അറിയില്ലേ, അമറേഷ് പോത്തുമുറി മഹാകവിയാ, എന്റെ ഗുരുവാ. ഗുരു നിമിഷകവിയാ, നിമിഷകവി. ഒറ്റ മിനിറ്റ് കൊണ്ട് ആരെ പറ്റിയും കവിത ഉണ്ടാക്കും. ആണോ? മഹാകവി എവിടെയാ താമസം? ഞാൻ കാറ്റ് പോലെയാണ്, എവിടെയും പറന്നു ചെല്ലും. മഴ പോലെ എവിടെയും പെയ്യും. കുറുക്കൻ എന്നൊരു മാളം, കൗശലമെല്ലാം വരിവരിയായി പുറത്തു വരുമൊരു മാളം. ഹായ് ശരു, കേട്ടോ? എന്നെ പറ്റിയുള്ള കവിതയാ. കറുപ്പ വല്ലൊരു കളിവഞ്ചി, മാനും മുയലും കേറിത്തുഴിയും കടുപ്പുള്ളൊരു കളിവഞ്ചി. സൂത്ര, മാൻ വഞ്ചി തുഴയുമോ? ഗുരു കവിത കൊണ്ട് എന്തും സാധിക്കുന്ന ആളാ. അങ്ങ് എന്റെ ഈ പല്ല് കണ്ടോ? കണ്ടു. ഇതിനേക്കാൾ മൂർച്ച എന്റെ കവിതകൾക്ക്. നിങ്ങളൊക്കെ ശത്രുവിനെ കടിച്ചു മാന്തി നേരിടും, ഞാൻ കവിത കൊണ്ട് നേരിടും. കടിക്കുന്നതാ കവിതയേക്കാൾ ഭേദം. എന്നാലേ ഞാനൊരു കാര്യം പറയട്ടെ. അങ്ങയെ പറ്റി മഹാകാവ്യം എഴുതാനാണോ? ഞാൻ തയ്യാർ. അതല്ല, ഞങ്ങൾക്കൊരു ശത്രുവിനെ കവിത കൊണ്ട് നേരിടണം. അത്രയുള്ളൂ? ശരി, ആളെ കാണിച്ചു തരൂ. ഞാൻ അവന്റെ അടുത്തേക്ക് കാറ്റ് പോലെ പറന്നു ചെല്ലും. എന്റെ കവിത ഇടിമിന്നൽ പോലെ അവിടെ വീഴും, വേൽ പോലെ പരക്കും. അത് മതി, അത് മതി. നമ്മുടെ കടിയനെ ആള്, മൂപ്പരെ ഒന്ന് കവിത ചൊല്ലി ആക്രമിക്കണം. അങ്ങാണോ കടിയൻ സിംഹം? അതെ, എന്താ കാര്യം? കോലിൽ നാട്ടിയ പോലൊരു തല, നീർക്കോലുകൾ നീണ്ടു കിടക്കും സടയും. മഹാകവിയുടെ ശിക്ഷനല്ല കരഞ്ഞോണ്ട് വരുന്നത്. പറഞ്ഞതുപോലെ ഗുരു കാറ്റ് പോലെ പറന്നു ചെന്നു, കവിതയും ചൊല്ലി. പക്ഷെ ഇടിയും മിന്നലും